കിഷ്കിന്ധയിലെ വാനരരാജാവ് ബാലിക്ക് ഒരു സ്പെഷ്യൽ വരം ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട്. വരം ഇതാണ്: ബാലിക്കെതിരെ ആരെങ്കിലും യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ആ ഒപ്പോണൻ്റെ പകുതി ശക്തി ചോർന്നു പോയിട്ട് ആ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പോൾ ബാലിക്ക് തൻ്റെ ശക്തിയുണ്ട്, പിന്നെ ഒപ്പോണൻ്റെ നേരെ പകുതി ശക്തിയും കൂടി കിട്ടുമ്പോൾ ബാലി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ദെൻ ഹി ബിക്കംസ് ഫിയേർഡ് വാരിയർ ഇൻ ദ വേൾഡ്. അങ്ങനൊരു വരം ബാലിക്കുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾ നോക്കുമ്പോൾ, വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ, അവരുടെ പകുതി സ്ട്രെങ്ത്ത് മറ്റുള്ളവർ കൊണ്ടുപോകണം, അവരുടെ ഒപ്പോണൻറ്റ് കൊണ്ടുപോവാണ്. കാരണം അവരൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ അവിടെ കൂടെ മത്സരിക്കുന്നവരാ വലിയ സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികൾ, കോച്ചിങ്ങും ട്രെയിനിങ്ങും സമ്പത്തൊക്കെ ഉള്ള കുട്ടികൾ. ഈ കുട്ടികളുടെ നിൽക്കുമ്പോൾ തന്നെ ഈ സാധാരണ കുട്ടികൾ പകുതി ശക്തി ചോർന്നു പോവാണ്. അവർ തോറ്റുവാണ്. അവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം അവർ മത്സരിക്കുന്ന ഒപ്പോണൻറ്റ് അവരെക്കാൾ ഇരട്ടി വേഗത്തിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, സ്റ്റാറ്റസിൻ്റെ പേരിലൊക്കെ കുട്ടികളിങ്ങനെ തടയപ്പെടുകയാണ്. തോറ്റുപോവാണ് നമ്മുടെ കുട്ടികൾ. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്ന ഒരു സിമിലർ സിറ്റുവേഷനാണ്. ഈശോ മറ്റു നാട്ടിലൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വളരെ ഫേമസ് ആയിട്ടാണ് തൻ്റെ സ്വന്തം നാട്ടിൽ വരുന്നത്. ആ നാട്ടിൽ വരുമ്പോൾ അടുത്ത ആൾക്കാരെന്താ പറഞ്ഞത്? ഇവനത്തെ അച്ഛൻ്റെ മോനല്ലേ, ഇവൻ്റെ അമ്മയെ നമുക്കറിയാമല്ലോ, ഇവൻ്റെ സഹോദരന്മാരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇവനിതൊക്കെ എവിടെ നിന്ന് കിട്ടി? കളിയാക്കുകയാണ് അവർ. അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈശോയുടെ തോറ്റുപോവാണ്. ഈശോക്ക് ഒരു അത്ഭുതം പോലും ചെയ്യാൻ പറ്റിയില്ല. തോറ്റുപോവാണ്. നമ്മളാണ് നമ്മുടെ കുട്ടികളെ പല കാര്യങ്ങളുടെ പേരിൽ തോൽപ്പിക്കുന്നത്. അവർക്കുള്ള ശക്തി പോലും നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മളെടുത്ത് കളയാണ്, തോൽപ്പിക്കാണ്.